ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഐബോളിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. സോ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ബിഗ് ബില്യൺ ഡേയ്സ് ഉണ്ടായ ഈ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങുന്നത്. മുൻപ് ഇതുപോലെ ഐബോളിൻ്റെ തന്നെ ഒരു ഇയർഫോൺ ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. ഇതാണ് ബോക്സ്. പക്ഷേ ഞാൻ മുൻപ് ഉപയോഗിച്ചിരുന്നതിനേക്കാൾ ഒരുപാട് ക്വാളിറ്റി കൂടിയ സാധനമാണ് ഇപ്പോഴുള്ളത്. അത് ഈ ബോക്സ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഐബോൾ നാനോ ഇയർവെയർ റിംഗ് ഡോക്ക്, അതാണ് ഇതിൻ്റെ പേര്. ഇനി നമുക്കിതൊന്നും പൊളിച്ചു നോക്കാം. ഞാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന ഇതുപോലെയുള്ള ഹെഡ്സെറ്റ് സെയിം സിംഗിളായിട്ട് ഒരു ചെവിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഈ ഹെഡ്സെറ്റ് നല്ല ചാർജ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ചാർജിങ് ഡോക്കാണ്. പലപ്പോഴും സാധാരണ സാംസങ്ങിൻ്റെയൊക്കെ ഇയർഫോൺ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്നു നിനക്ക് എന്താ ചെവി കേൾക്കില്ലേ എന്നുള്ളത്. അതിൻ്റെ മോഡൽ നമ്മൾ പറഞ്ഞ് ഈ കാണിച്ചത് 6190. അപ്പോൾ ആ ഒരു പരാതി ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചെവിക്കുള്ളിലേക്ക് ഇറക്കി വെക്കുന്ന രൂപത്തിലുള്ള ഈ ഹെഡ്സെറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ചാർജ് നമുക്ക് ചെയ്തു വെക്കാവുന്ന ആ ഒരു ഓപ്ഷനാണ് ഉള്ളത്. സോ ഇങ്ങനെ ഇതിൽ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ദൂരേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപയോഗിച്ച്, ഇതിൽ ഓൾറെഡി ചാർജ് ഉണ്ടാവും, അത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിളുണ്ട്, USB. ഇത് നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കാം. സാധാ സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന ആ രൂപത്തിലുള്ള സെയിം ചാർജിങ് കേബിളാണ്. C ടൈപ്പ് അല്ല കേട്ടോ. അത് ജസ്റ്റ് അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അഡീഷണലായിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. എൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാതാവുന്ന ആ റബ്ബർ ബുഷുണ്ട്. ഇത് റിംഗ് ഡോക്ക്. ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയുന്നത് ബ്ലൂടൂത്ത് 4.1 ആണ് വെർഷൻ. പിന്നെ അതുപോലെ തന്നെ 10 മീറ്റർ അപ് ടു 10 മീറ്റർ വരെ ഇതിൻ്റെ റേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ എത്ര സമയം ചാർജ് നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതാണ് സംഭവം. ഉണ്ടോ, ഇവിടെ വെച്ചു ഉള്ളിലേക്ക് വെച്ച് ഇവിടേക്ക് ഞാൻ ലോക്കാക്കി വെക്കുക. ഉള്ളിലേക്ക് ലോക്കാക്കി വെക്കുക. ഇതാണ് യൂസിങ്. നമ്മളെടുത്തു. ഈ സെൻറ്ററിൽ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവൻ്റെ ഇവിടെ റീഫ്രഷ് അടിച്ചു. ഐബോൾ റിംഗ് ഡോക്ക്, അത് പെയറിങ് കൊടുത്തു. പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. കണക്റ്റഡ്. ഇതാണ് സംഭവം. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. അതുമാത്രമല്ല, ഒരു ദിവസം ഏറ്റവും മിനിമം എനിക്ക് ചാർജ് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെയധികം ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. ആമസോണിൽ നിന്ന് 799 രൂപക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.